പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഹദീസ്, പള്ളികളിൽ ശബ്ദമുയർത്തരുത്. അതായത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണല്ലോ പള്ളി. ആ പള്ളികളിൽ വെച്ചിട്ട് അനാവശ്യ ശബ്ദങ്ങൾ, അതായത് ദീനീ കാര്യങ്ങളല്ലാത്ത ശബ്ദങ്ങൾ ഉയർത്തുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദീനീ കാര്യങ്ങളത്തെ പ്രസംഗങ്ങളും ഖുർആൻ പാരായണം അതൊക്കെ അനുവദനീയമാണ്. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും അത് എന്താ പറയുന്നത്, ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്നാണ് ഈ ഹദീസ് കൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ വളരെ നിശബ്ദമായിട്ട് ഭവ്യതയോടുകൂടി നിൽക്കണം. നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അതായത് പള്ളിയിൽ കയറുമ്പോൾ തന്നെ ആ പള്ളിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു സലാമൊക്കെ അർപ്പിച്ചുകൊണ്ട് തഹിയ്യത്ത്, അതായത് മസ്ജിദ് പള്ളിക്ക് കയറുമ്പോൾ ഒരു സലാം പറയുകയും അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനാവശ്യ കാര്യങ്ങളിൽ സംസാരിക്കുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ദീനീ കാര്യത്തിൽ. അതിനാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ ഖുർആൻ ഓതുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതായത് അനാവശ്യ സംസാരം ഉണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളാണ്. പള്ളി ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ടെക്സ്റ്റ് ഇതിൽ ഞാൻ ഇടുന്നുണ്ട്, വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.